ഒരാൾ നുണ പറയുമ്പോഴാണ് ഏറ്റവും സത്യസന്ധമായി പറയുന്ന പോലെ കാണിക്കുക. പിഷാരടി പറഞ്ഞതാണ് കറക്റ്റ്. ഒരാൾ നുണ പറയുമ്പോഴാണ് ഏറ്റവും സത്യസന്ധമായിട്ട് തന്നെ കാണിക്കുക. അക്കാര്യത്തിൽ നമ്മുടെ പി.ഡി. സതീശൻ മുഖ്യമന്ത്രി ഈ പറയുന്നതെല്ലാം നുണകളാണെന്ന് ഇതിലൂടെ തെളിഞ്ഞിരിക്കുന്നു. അത് എന്റെ സോഷ്യൽ മീഡിയ ടീമിലൊന്നുമില്ല. എനിക്ക് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും സോഷ്യൽ മീഡിയ ടീമില്ല, ഇപ്പോഴും സോഷ്യൽ മീഡിയ ടീമില്ല. ഞാനൊരു കോർഡിനേറ്ററെ ഒന്നും ഒരു സ്ഥലത്തും വെച്ചിട്ടില്ല. ഇതാണ് പിഷാരടി പറഞ്ഞത്. വളരെ സത്യസന്ധമായി പറയുന്നത് പോലെ കാണിക്കുന്ന നുണകൾ കേട്ടില്ലേ? അതായത് മുഹമ്മദ് ഹുസൈനുമായിട്ട് ഈ സോഷ്യൽ മീഡിയ പങ്കുവച്ചിട്ടുള്ള ബന്ധങ്ങളൊന്നും എനിക്കില്ല, മുഹമ്മദ് ഹുസൈൻ എന്റെ സോഷ്യൽ മീഡിയ പേജുകളൊന്നും ഹാൻഡിൽ ചെയ്യുന്നില്ല എന്നാണ് മുഖ്യമന്ത്രി ആവർത്തിച്ച് കള്ളം പറയുന്ന രീതികൾ. ഈ MDMA കേസിൽ പിടിയിലായ മുഹമ്മദ് ഹുസൈൻ എന്ന് പറഞ്ഞ ആള്, അതായത് മുഖ്യമന്ത്രിയുടെ, അതായത് നേരത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന കാലം മുതൽ 5 വർഷമായിട്ട് മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ പേജിൽ ഉണ്ടെന്നാണ് അദ്ദേഹം കുറിപ്പിട്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ പച്ച കള്ളം പറയുന്നത് എത്ര രസമായിട്ടാണ്. ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ ഫോണിൽ വിളിക്കുന്നത് നവകേരള സദസ്സുമായിട്ട് അദ്ദേഹത്തിന് പെരുമ്പാവൂരിൽ കുറുപ്പുംപടി MGM സ്കൂളിന്റെ മുമ്പിൽ വെച്ച് ക്രൂരമായ ലാത്തിച്ചാർജിൽ പരിക്ക്. ഇതാണ് മുഖ്യമന്ത്രി വീണ്ടും കള്ളം പറയുന്നതിന്റെ അടുത്ത രംഗങ്ങൾ. അതായത് കൃത്യമായി തന്നെയാണ് കള്ളം പറയുന്നത്. അതായത് ഈ മുഹമ്മദ് ഹുസൈനെ മുമ്പൊന്നും കണ്ടു പരിചയമില്ല. നവകേരള സദസ്സിൽ അതിക്രൂരമായി അടികൊണ്ട് പരിക്ക് പറ്റിയ സമയത്താണ് ഇദ്ദേഹത്തെ ആദ്യമായി കാണുന്നത്. നവകേരള സദസ്സിന് മുമ്പേ അദ്ദേഹമായിട്ട് സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണ്. എന്നിട്ടും ഇത്ര പച്ചക്കള്ളം പറയുന്നത്. നമുക്ക് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നത് മുമ്പ് ഉണ്ടായിരുന്നു എന്നും കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മുഖ്യമന്ത്രി ഇത്രയും കള്ളം പറഞ്ഞ സ്ഥിതിക്ക് സത്യാവസ്ഥ എന്താണെന്ന് അറിയണമല്ലോ. കുറച്ചുകൂടെ ഭാഗങ്ങളിലേക്ക് ഒന്ന് ഇദ്ദേഹത്തെ ഫോണിൽ വിളിച്ചു. അങ്ങനെയാണ് ആദ്യമായിട്ട് ഫോണിൽ വിളിക്കുന്നത്. ഫോണിൽ വിളിച്ച് ആശ്വസിപ്പിച്ചു. ഒരാൾ നുണ പറയുമ്പോഴാണ് ഏറ്റവും സത്യസന്ധമായി പറയുന്ന പോലെ കാണിക്കുക. നവകേരള സദസ്സിന് അടിയേറ്റ് പരിക്ക് പറ്റിയ ശേഷം അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ വേണ്ടി വിളിച്ചതാണ്. അല്ല, അതിന് മുമ്പ് ഒരു പരിചയമില്ല എന്നാണ് പറഞ്ഞത്. ആ പറയുന്നത് മുഴുവൻ പച്ച കള്ളമാണെന്ന് വ്യക്തമായി തെളിയുന്നു. അത് നമുക്ക് കുറച്ചുകൂടി ഭാഗങ്ങൾ കേട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയാണ്. എന്താണ് വാസ്തവം? വിശദമായി തന്നെ നോക്കാം. നവകേരള സദസ്സ് നടന്നത് നവംബർ 18 മുതൽ ഡിസംബർ 23 വരെയായിരുന്നു. എറണാകുളത്ത് നടന്നത് ഡിസംബർ 7 മുതൽ ഡിസംബർ 10 വരെയാണ്. എന്നാൽ അതിനു മുമ്പ് പ്രതിപക്ഷ നേതാവായിരുന്ന V.D. സതീശനൊപ്പമുള്ള ചിത്രം മുഹമ്മദ് ഹുസൈൻ പങ്കുവച്ചിട്ടുണ്ട്. അതായത് മുഖ്യമന്ത്രിയുടെ വാദം തെറ്റാണെന്ന് അറിയാം. അപ്പൊ നമ്മുടെ മുഖ്യമന്ത്രിക്ക് നൊണേഷൻ എന്ന് പേര് നൽകിയത് ആരായാലും അവനെ സമ്മതിക്കണം. കാരണം ഇത്രയധികം കള്ളങ്ങൾ പറയുന്ന മറ്റൊരു മുഖ്യമന്ത്രി എന്താ പറയുക ഈ രാജ്യത്ത് തന്നെ ഉണ്ടായിട്ടുണ്ടായില്ല. കൃത്യമായിട്ടാണ് കണ്ടില്ല. നവകേരള സദസ്സിന് മുമ്പ് കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. ഇപ്പൊ കൃത്യമായി പറയുന്നത് നവകേരള സദസ്സുമായി മുമ്പേ ബന്ധമുണ്ട് എന്ന് മുഹമ്മദ് ഹുസൈനിന്റെ ഫേസ്ബുക്കിൽ പേജിൽ നിന്ന് ഇറക്കിയിട്ടുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ സോഷ്യൽ മീഡിയ കിടക്കുന്നുണ്ട്. എത്ര നന്നായിട്ട് കള്ളം പറയുന്നല്ലേ. വളരെ ക്ലോസ് ആയിട്ട്, വളരെ ഇന്റിമേറ്റ് ആയിട്ട് മുഖ്യമന്ത്രിയുമായി മുഹമ്മദ് ഹുസൈൻ സംസാരിക്കുന്ന ചിത്രവുമുണ്ട്. നോക്കൂ, ഇത് നവകേരള സദസ്സിന് മുൻപുള്ള ചിത്രങ്ങളാണ് നമ്മളിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ മുഖ്യമന്ത്രി എത്രത്തോളം കള്ളം പറയുന്നു. എല്ലാ കള്ളങ്ങളും മൊത്തത്തിൽ പറഞ്ഞ പഠനം പൊളിഞ്ഞു എന്ന് തന്നെ പറയാം. ഇത്രയും കൃത്യമായ രേഖകൾ ഉള്ളപ്പോൾ പോലും മുഖ്യമന്ത്രി ന്യായീകരിക്കുകയാണ്. ആ ന്യായീകരിച്ച് മെഴുകിക്കൊണ്ടാണ് ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇരുന്ന് പറയുന്നത്.